സഫാരി ഹിൽസ് വൈത്തിരി. വയനാട്ടിൽ ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ മികച്ചൊരു ബഡ്ജറ്റ് പ്രോപ്പർട്ടിയാണ് സഫാരി ഹിൽസ് റിസോർട്ട്. ചുരം കയറി വരികയാണെങ്കിൽ പഴയ വൈത്തിരി ടൗണിൽ നിന്ന് റൈറ്റ് സൈഡിലൂടെയുള്ള റോഡിലൂടെ ഒരു 3 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ മനോഹരമായ റിസോർട്ടിലെത്താൻ സാധിക്കും. വയനാട്ടിലെ ഏറ്റവും മികച്ച കാലാവസ്ഥയുള്ളത് വൈത്തിരിയിലാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ഒട്ടുമിക്ക റിസോർട്ടുകളും വൈത്തിരിയിൽ തന്നെയാണ് ഉള്ളത്. റിസോർട്ടിലോട്ട് കയറുമ്പോൾ തന്നെ ഇതുപോലൊരു ഗേറ്റാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ആദ്യം എത്തിച്ചേരുന്നത് റിസപ്ഷനിലോട്ടാണ്. മൂന്ന് നില കെട്ടിടത്തിൽ ഏറ്റവും മുകളിലായിട്ടാണ് റിസപ്ഷൻ ഉള്ളത്. വളരെ വിശാലമായിട്ട് നിൽക്കുന്ന ഒരു സ്പേസ് തന്നെയാണ് റിസപ്ഷനിൽ അവർ കൊടുത്തിട്ടുള്ളത്. റിസപ്ഷന് നേരെ താഴെയായിട്ടാണ് റെസ്റ്റോറൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെ ഇൻഫിനിറ്റി പൂളും ചിൽഡ്രൻസ് പ്ലേയിങ് ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നു. 30 ഫാമിലിക്ക് ഒരേ സമയം താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ റിസോർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാമിലി റൂം, 2 ബെഡ്റൂം കോട്ടേജ് എന്നീ 2 കാറ്റഗറിയാണ് ഇവിടെയുള്ളത്. ഫാമിലി റൂമിന് 4000 രൂപയും 2 ബെഡ്റൂം കോട്ടേജ് റൂമിന് 6000 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. റിസപ്ഷന് മുമ്പിലായിട്ട് തന്നെ നല്ലൊരു പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഓരോ കോട്ടേജിനും അടുത്തായിട്ട് തന്നെ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് ഓരോ പാർക്കിംഗ് ഏരിയ വേറെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. റിസപ്ഷനിൽ നിന്ന് ഇറങ്ങി ഈ വഴി പോയിക്കാണെങ്കിൽ നേരെ എത്തിപ്പെടുന്നത് റെസ്റ്റോറൻറ്റിലാണ്. റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെയാണ് സ്വിമ്മിംഗ് പൂള് പ്ലേസ് ചെയ്തിട്ടുള്ളത്. റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ ഒരു ഗെയിം ഏരിയയും കൊടുത്തിരിക്കുന്നു. ഈ റിസോർട്ട് ഓപ്പണായിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രഷ്നെസ് റൂമുകളിലും റിസോർട്ട് പരിസരങ്ങളിലെല്ലാം കാണാൻ സാധിക്കും. ഈ കാണുന്നത് ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ചെറിയ വാട്ടർഫോളാണ്. അതിൻ്റെ പണി മുഴുവനായിട്ടും തീർന്നിട്ടില്ല. അതിൻ്റെ പണികളെല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ് വൈത്തിരി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എടുത്തു പറയേണ്ടതില്ല. നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ് ഈ റിസോർട്ട് പരിസരങ്ങളിലുള്ളത്. സ്വിമ്മിംഗ് പൂളിന് താഴെയായിട്ടാണ് കോട്ടേജുകളെല്ലാം തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത്.
ഈ റിസോർട്ടിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ സ്വിമ്മിംഗ് പൂള്. ഈ സ്വിമ്മിംഗ് പൂൾ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് സ്പെഷ്യലായിട്ടൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് തന്നെയാണ് ഈ സ്വിമ്മിംഗ് പൂളിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്വിമ്മിംഗ് പൂളിന് തൊട്ടടുത്തായിട്ടാണ് ചിൽഡ്രൻസ് പ്ലേയിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വയനാട്ടിലെ മറ്റുള്ള റിസോർട്ടുകളെ അപേക്ഷിച്ച് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ഏറ്റവും മികച്ച ഫാമിലി റിസോർട്ടുകളിൽ സഫാരി ഹിൽസ് റിസോർട്ടിനെയും ഉൾപ്പെടുത്തിയത്. ഈ കാണുന്നതാണ് ഈ റിസോർട്ടിലെ 2 ബെഡ്റൂം കോട്ടേജുകൾ. 2 ഫാമിലിക്ക് ഒരുമിച്ച് ഒരേ സമയം ഒരേ കോട്ടേജിൽ തന്നെ താമസിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ റിസോർട്ടിലെ ഈ കോട്ടേജ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ടു ബെഡ്റൂം കോട്ടേജുകളിൽ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മുകളിലെ നിലയിൽ ഒരു ബെഡ്റൂം എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിയുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴത്തെയും മുകളിലെയും റൂമുകൾക്കിടയിൽ ഒരു ചെറിയൊരു കിച്ചണും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും കുട്ടികളെയും കൊണ്ട് വയനാട്ടിൽ ആഘോഷിക്കാൻ പറ്റിയ മികച്ചൊരു ഫാമിലി ബഡ്ജറ്റ് പ്രോപ്പർട്ടി തന്നെയാണ് സഫാരി ഹിൽസ്. ഈ റിസോർട്ടുമായി ബന്ധപ്പെടാനുള്ള നമ്പറും ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.